നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 3 വയസ്സുകാരി അടക്കം 2 പേർ കൊല്ലപ്പെട്ടു. മരിച്ചത് 55 വയസ്സുള്ള അസ്ലയും പേരക്കുട്ടി ഹേമശ്രീയും. ശബരിമലയിലെ സ്വർണ്ണമോഷണം രാഷ്ട്രീയ നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്നും വി ഡി സതീശൻ. കേരള തീരത്തെ മത്തി കുഞ്ഞുങ്ങളെ പിടിക്കരുതെന്ന് CMFRI. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിത ഭാവിക്ക് കുഞ്ഞുമീനുകളെ പിടിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 3 വയസ്സുകാരി അടക്കം 2 പേർ കൊല്ലപ്പെട്ടു. അസ്ല, കൊച്ചുമകൾ ഹേമശ്രീ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 3:30 ആന വീടിന്റെ ജനൽ തകർത്തതിനെ തുടർന്ന് ഹേമശ്രീയെ കയ്യിലെടുത്ത് ഓടി രക്ഷപ്പെടാൻ അസ്ല ശ്രമിച്ചെങ്കിലും കാട്ടാന ആക്രമിക്കുകയായിരുന്നു. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 3 വയസ്സുള്ള കുട്ടിയടക്കം 2 പേർ മരിച്ചു. വാട്ടർഫാൾ എസ്റ്റേറ്റിൽ കാടർപ്പാറയ്ക്ക് സമീപമാണ് സംഭവം. ഹേമശ്രീ 3 വയസ്സ്, അസ്ല 52 വയസ്സ് എന്നിവരാണ് മരിച്ചത്. കാട്ടാന വീട്ടിലേക്ക് കടന്നുകയറിയാണ് ആക്രമണം നടത്തിയത്. സ്ഥിരമായി വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് വാൽപ്പാറ. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. വീടിന്റെ മുൻവാതിൽ പൊളിച്ച് കാട്ടാന അകത്തു കയറുകയായിരുന്നു. ഈ സമയത്ത് ഹേമശ്രീയെയും എടുത്ത് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു മുത്തശ്ശിയായ അസ്ല. എന്നാൽ ഇവരെ കാട്ടാന ആക്രമിക്കുകയും കുഞ്ഞും അസ്ലയും നിലത്ത് വീഴുകയും ചെയ്തു. ഇരുവരെയും കാട്ടാന ചവിട്ടി പരിക്കേൽപ്പിച്ചു. ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കുഞ്ഞ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അസ്ല ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്താണ് മരിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. ശബരിമലയിലെ സ്വർണ്ണമോഷണം രാഷ്ട്രീയ നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സംഭവത്തിൽ ദേവസ്വം ബോർഡും പ്രതിയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിലും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചു കൊണ്ടുവന്നത്? അപ്പൊ ദേവസ്വം ബോർഡ് ഇപ്പൊ പ്രതിയായി. അത് CPM പ്രതിയാകുന്നതിന് തുല്യമാണ്. മന്ത്രിയെ കൂടിയുള്ള അന്വേഷണം നടത്തണം. വിശദമായ അന്വേഷണം കൂടി നടത്തിയാലാണ് കുറെ കൂടി ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് വരികയുള്ളൂ. കോടതി വിധിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വില്ലിംഗ് പർച്ചേസർക്ക് വിറ്റു എന്നാണ്. ഈ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം തന്നെ ഒരാൾക്ക് വിറ്റിരിക്കുക. എത്രയും വലിയ കളവാണ് ഇത്. ഇപ്പൊ ഹൈക്കോടതി പുറത്തു കൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം അടക്കം പോയെന്ന് അവിടുന്ന്. വാതിൽ പോയി, കട്ട്ളപ്പടി പോയി, ദ്വാരപാലക ശില്പം പോയി, ഇനി തങ്കവിഗ്രഹം ഉള്ളവിടെ. ഇത് വിൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു. വിൽക്കണത് ഒരു കോടീശ്വരനെ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം 5 കിലോ സ്വർണത്തിന്റെ വിലയല്ല ഇതിന്. കേരള തീരത്തെ മത്തി കുഞ്ഞുങ്ങളെ പിടിക്കരുതെന്ന് CMFRI. കേരള തീരത്തെ ചെറുമത്തികളെ പിടിക്കരുതെന്നാണ് നിയന്ത്രണം. മത്തി ഇനി അധികം വളരില്ലെന്നത് തെറ്റായ വ്യാഖ്യാനമാണെന്ന് വിശദീകരിച്ച CMFRI മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിത ഭാവിക്ക് കുഞ്ഞുമീനുകളെ പിടിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. ചെറിയ മത്തികളുടെ പിടിക്കാവുന്ന നിയമപരമായ വലിപ്പം അഥവാ MLS 10 സെന്റിമീറ്ററാണ്. ഇതിലും താഴെ നീളമുള്ള മത്തിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് കർശനമായി ഒഴിവാക്കണം. മഴയെ തുടർന്ന് കടലിന്റെ മേൽത്തട്ട് കൂടുതൽ ഉൽപാദനക്ഷമമായതാണ് കേരള തീരത്ത് മത്തി വൻതോതിൽ ലഭ്യമാകാൻ കാരണം. മത്തിയുടെ ലഭ്യതയും വളർച്ചയും പ്രധാനമായും പാരിസ്ഥിതിക മാറ്റങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവയുടെ ലഭ്യതയിൽ തകർച്ച നേരിടാതിരിക്കാൻ സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. മത്തിയുടെ പ്രജനനത്തിനും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും ഇത് നിർണായകമാണെന്നും CMFRI ഗവേഷകർ ചൂണ്ടിക്കാട്ടി. തീരെ ചെറിയ മത്തി പിടിക്കുന്നത് മത്തി ലഭ്യതയെ ദോഷകരമായി ബാധിക്കാൻ കാരണമാകുമെന്ന് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് പറഞ്ഞു. തീരക്കടലുകൾ ഇപ്പോഴും ഉൽപാദനക്ഷമമാണ്. ഇതിനാൽ ചെറുമത്തികൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. ഇതിനെ സുസ്ഥിരമായി പ്രയോജനപ്പെടുത്താനാവണം. MLS പ്രകാരമുള്ള നിയന്ത്രിത മത്സ്യബന്ധനമാണ് വേണ്ടത്. സ്ഥിരത ഉറപ്പാക്കാനും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം സംരക്ഷിക്കാനും ഇത് ആവശ്യമാണെന്നും CMFRI ഡയറക്ടർ പറഞ്ഞു. മീഡിയ ടൈം, കൊച്ചി. മുജിരി ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ ലോഗോ പ്രകാശനവും പൊതുയോഗവും കൊടുങ്ങല്ലൂർ KB ദർബാർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. ശില്പിയും ചിത്രകാരനും മുജിരി ഓർഗനൈസേഷന്റെ പ്രസിഡന്റുമായ ഡാവിഞ്ചി സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ
നീതി കൊടുങ്ങല്ലൂർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഹീര ജോസഫാണ് മുച്ചിരി ഓർഗനൈസേഷന്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കവി സെബാസ്റ്റ്യൻ, വിശ്വകുമാർ, അബ്ദുൽ ഖാദർ, ജാസ്മിൻ കാവ്യ, സെക്രട്ടറി നന്ദകുമാർ തോട്ടത്തിൽ, അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു. മുജിരി ആർട്സിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത ആർട്ടിസ്റ്റ് ശ്രീ ഹീര ജോസഫിനും ഡിസൈൻ ചെയ്ത ആർട്ടിസ്റ്റ് ശ്രീ ഹീര ജോസഫിന് എൻ്റെയും ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാരുടെയും നന്ദിയും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി 75ാമത് പുഴ നിലാവ് ഉദ്ഘാടനവും TN പ്രതാപന് വർഷധാര പുരസ്കാര സമർപ്പണവും പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടന്ന പരിപാടിക്ക് സൊസൈറ്റി ചെയർമാൻ VM ജോണി അധ്യക്ഷത വഹിച്ചു. രൂപത വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. TN പ്രതാപൻ മറുപടി പ്രസംഗം നടത്തി. ചെറിയ സന്തോഷമുണ്ട്. അതിന് ഈ വർഷധാര പുരസ്കാരം സത്യത്തിൽ പറഞ്ഞ കമലിന് ഞാൻ ഉൾപ്പെടെയാണ് സത്യം പറഞ്ഞു. ഇവിടെ തുടങ്ങിയ നമ്മൾ വർഷധാര പുരസ്കാരം പ്രഖ്യാപിച്ചു. കമൽ അതിൻ്റെ സിനിമയിൽ മഴയും എല്ലാ സിനിമയിലും മഴയുടെ സീൻ ഉണ്ടാകുന്നതുകൊണ്ട് ഈ പുരസ്കാരം കമലിന് കൊടുക്കാതെ ആദ്യത്തെ പുരസ്കാരം കമലിന് കൊടുക്കും. എനിക്കത് തിരിച്ചടിയായി എനിക്ക് ഇത് തരുമെന്ന് ഞാൻ ഒരിക്കലും ധരിച്ചില്ല. പക്ഷെ ഞാൻ ഇവർ പറഞ്ഞപ്പോൾ ഞാൻ നോ എന്ന് പറഞ്ഞില്ല. കാരണം 50,000 രൂപ തരുമെന്ന് പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ 50,000 രൂപയ്ക്ക് ഞാനിപ്പോൾ MP അല്ല, MLA അല്ല. മനുഷ്യൻ്റെ ചില പീഡാനുഭവ കാലം എന്നൊക്കെ പറയാവുന്നൊരു കാലത്തൊക്കെ കൂടെ മനുഷ്യന്മാർ കടന്നു പോകുമല്ലോ. ഇതൊന്നും അല്ലാതെ വരുമ്പോൾ നാസറെ തിരുവനന്തപുരം ജിയോ ആ ഒരു കാലത്ത് നദീറെ അങ്ങനെ 50,000 രൂപ ഞാനൊരു ലൈബ്രറി ആരംഭിച്ചിട്ടുണ്ട്. കവി സെബാസ്റ്റ്യൻ, ഡാവിഞ്ചി സുരേഷ്, ജോഷി ചക്കമാട്ടിൽ, KU രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചു. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, IMUP സ്കൂൾ, GUP സ്കൂൾ അഴീക്കോട് എന്നീ 3 വിദ്യാലയങ്ങളായിട്ടാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവൃത്തി പരിചയമേള, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ശാസ്ത്രം, IT മേള എന്നീ 5 വിഭാഗങ്ങളിലായി 3000-ലധികം കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നു. ഉദ്ഘാടന സമ്മേളനം കയ്പമംഗലം MLA E.T. ടൈസൺ നിർവഹിച്ചു. ഏകദേശം 3000-ഓളം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഈ 3 ദിവസങ്ങളിലായി നമ്മുടെ ശാസ്ത്രം നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച്, അതിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചു ശ്രീ രാജൻ. നിരവധിയായിട്ടുള്ള പുതിയ കാര്യങ്ങൾ ശാസ്ത്രത്തിനെതിരായി ഭരണാധികാരികൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ, ഫലിപ്പിക്കാൻ കഴിയുമോ എന്ന് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന സമയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജന്മന ഒരു കുട്ടി ചെറുപ്പത്തിൽ വളരെ നേരത്തെ തന്നെ അവർക്ക് എല്ലാത്തിലുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിലുള്ളത് എന്ത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളെ സംബന്ധിച്ച്. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി ശാസ്ത്രോത്സവ സന്ദേശം നൽകി. വാർഡ് മെമ്പർ പ്രസീന റാഫി, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ പ്രഥമകുമാർ, മാനേജർ അബ്ദുൾ ഖയ്യിം തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 3 വയസ്സുകാരി അടക്കം 2 പേർ കൊല്ലപ്പെട്ടു. മരിച്ചത് 55 വയസ്സുള്ള അസ്ലയും പേരക്കുട്ടി ഹേമശ്രീയും. ശബരിമലയിലെ സ്വർണ്ണ മോഷണം രാഷ്ട്രീയ നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്നും VD സതീശൻ. കേരള തീരത്തെ മത്തി കുഞ്ഞുങ്ങളെ പിടിക്കരുതെന്ന് CMFRI. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിത ഭാവിക്ക് കുഞ്ഞുമീനുകളെ പിടിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.